നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ അതായത് അരിതമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ പ്രോബ്ലമാണ് ചെയ്യുന്നത്. ലുക്ക് അറ്റ് ദീസ് ട്രയാങ്കിൾസ് മെയ്ഡ് വിത്ത് ഡോട്ട്സ്. ഹൗ മെനി ഡോട്ട്സ് ആർ ദെയർ ഇൻ ഈച്ച്? കമ്പ്യൂട്ട് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ്. അതായത് 3 ഡോട്ടഡ് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത 3 ഡോട്ടഡ് ട്രയാങ്കിൾസിന് എത്ര ഡോട്ട്സ് വേണമെന്നുള്ളതാണ് കണക്കാക്കേണ്ടത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന 3 ട്രയാങ്കിൾസാണ് 1, 2, 3. ഒന്നാമത്തെ ട്രയാങ്കിൾസിലെ ഡോട്ട് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു നോക്കൂ. ആദ്യത്തെ വരിയിൽ 1, രണ്ടാമത്തെ വരിയിൽ 2. ഓക്കെ, രണ്ടാമത്തത് എങ്ങനെയാണെന്ന് നോക്കൂ. ആദ്യത്തെ വരിയിൽ 1, രണ്ടാമത്തെ വരിയിൽ 2, മൂന്നാമത്തെ വരിയിൽ 3. അടുത്ത് നോക്കൂ. ആദ്യത്തെ വരിയിൽ 1, രണ്ടാമത്തെ വരിയിൽ 2, മൂന്നാമത്തെ വരിയിൽ 3, നാലാമത്തെ വരിയിൽ 4. ഓക്കെ, ഇനി നമുക്ക് 3 തയ്യാറാക്കി എടുക്കണം. നോക്കൂ, നമുക്ക് നാലാമത്തെ ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കാൻ നോക്കൂ. ഡോട്ട് ഇട്ട് എങ്ങനെ വരയ്ക്കാൻ നോക്കൂ. ആദ്യത്തെ വരിയിൽ 1, രണ്ടാമത്തെ വരിയിൽ 2, മൂന്നാമത്തെ വരിയിൽ 3, നാലാമത്തെ വരിയിൽ 4, അഞ്ചാമത്തെ വരിയിൽ ഒന്നാമത്തെ വരിയിൽ 1, രണ്ടാമത്തെ വരിയിൽ 2, മൂന്നാമത്തെ വരിയിൽ 3, നാലാമത്തെ വരിയിൽ 4, അഞ്ചാമത്തെ വരിയിൽ 5, ആറാമത്തെ വരിയിൽ 6. ഓക്കെ, അടുത്ത് ആറാമത്തത് 6th. ആറാമത്തത് എങ്ങനെ നോക്കാം. ഒന്നാമത്തെ വരിയിൽ 1, രണ്ടാമത്തെ വരിയിൽ 2, മൂന്നാമത്തെ വരിയിൽ 3, നാലാമത്തെ വരിയിൽ 4, അഞ്ചാമത്തെ വരിയിൽ 5, ആറാമത്തെ വരിയിൽ 6, ഏഴാമത്തെ വരിയിൽ 7. ഓക്കെ, ഇതിൽ 1 + 2 3. 1 + 2 = 3. അടുത്ത 1 + 2 + 3, that means 6. നോക്കൂ, 1 + 2 + 3 + 4, that means 10. Next 1 + 2 + 3 + 4 + 5 + 6 = 21. Okay, 2 + 3 + 4 + 5 + 6 + 7, that means 28. നാലാമത്തെ ട്രയാങ്കിൾസിൽ നമുക്ക് 15 ഡോട്ട്സ് വേണം. നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ 5th ട്രയാങ്കിൾ നോക്കൂ. 1 + 2 + 3 + 4 + 5 + 6, that means 21. Dots in 6th triangle is 1 + 2 + 3 + 4 + 5 + 6 + 7, that means 28. എല്ലാവർക്കും മനസ്സിലായല്ലോ.